നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 18 വയസ്സിൽ അവൻ കാണിക്കുന്ന മെച്യൂരിറ്റി, അതിന് കൈയടിച്ച് പറ്റൂ. അത്രയധികം ബ്രേവ് ആയിട്ടുള്ളൊരു പോരാട്ട വീര്യമാണ് ഇന്ന് കോറു സിംഗ് പുറത്തെടുത്തത്. അവൻ്റെ പൊസിഷൻ മാറി അവന് കളിക്കേണ്ടി വന്നു. കാരണം ടീം 10 പേരായിട്ട് ചുരുങ്ങി. അതോടുകൂടി അവൻ്റെ പൊസിഷൻ മാറി അവന് ഫുൾ ബാക്കിൻ്റെ റോളിലേക്ക് മാറി അത്തരത്തിൽ കളിക്കേണ്ടി വന്നു. അവിടെയും അവൻ തൻ്റെ മനസാന്നിധ്യം കൈവിടാതെ ആവേശത്തോടുകൂടി കോൺഫിഡൻസോടുകൂടി വളരെയധികം ധൈര്യസമേതം ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്ന കാഴ്ച. കോറു സിംഗിന് കൈയടിക്കണം. ഒരു നിമിഷം ഉണ്ടായിരുന്നില്ലേ പെനാൽറ്റി ബോക്സിലേക്ക് വന്ന ആ പന്ത് നോർത്ത് ഈസ്റ്റിൻ്റെ താരങ്ങൾ ഗോളടിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ വളരെ കാഹമായിട്ട് കൂളായിട്ട് പന്ത് ഹെഡ് ചെയ്ത് തൻ്റെ ഗോൾ കീപ്പർക്ക് കൊടുത്തിട്ട് പോകുന്നു കോറു. അവിടെയുണ്ട് അവൻ്റെ കോൺഫിഡൻസ്, അവിടെയുണ്ട് അവൻ്റെ ധൈര്യം. തീർച്ചയായിട്ടും ഗോളടിക്കാൻ പാസ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത്തരം ഘട്ടങ്ങളിൽ ഇങ്ങനെയും തനിക്ക് കളിക്കാൻ കഴിയുമെന്ന് തെളിച്ച അവൻ അർഹിച്ച മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നത്തെ അവൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ, ഒരു ടാക്കിൾ അവൻ നടത്തിയത് വിൻ ചെയ്തു. അവൻ 2 പൊസിഷൻസ് പിടിച്ചെടുത്തു, 5 ക്ലിയറൻസുകൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 തവണ ഫൈനൽ തേർഡിൽ അവൻ എൻ്റർ ചെയ്തു. 11 പാസുകൾ ഫൈനൽ തേർഡിലേക്ക് കൊടുത്തു, 49 ടച്ചുകൾ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവന് ഡിഫെൻസീവ് വർക്ക് എടുക്കേണ്ടി വന്നിട്ടും അവൻ മികച്ച പ്രകടനം നടത്തി എന്നുള്ളത് തന്നെയാണ്. ആകെ 32 പാസുകൾ, അതിൽ 22 അവന് ആക്യുറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഈ 5 ക്ലിയറൻസുകൾ തന്നെയാണ്. പിന്നെ ഒരു ഇൻ്റർസെപ്ഷൻ ഉണ്ടായിരുന്നു. ഏതായാലും മിന്നും പ്രകടനമാണ് കോറു സിംഗ് നടത്തിയിട്ടുള്ളത്. പിന്നെ ലൂണയുടെ കാര്യം, ലൂണയുടെ ഹിറ്റ് മാപ്പ് നിങ്ങൾ കണ്ടില്ലേ? എവരിവെയർ ലൂണ, എല്ലായിടത്തുമുള്ള ഒരു കാഴ്ച. അത്തരത്തിലുള്ളൊരു പെർഫോമൻസാണ് ഇന്ന് ക്യാപ്റ്റൻ ലൂണ പുറത്തെടുത്തിരിക്കുന്ന. ടീമിന് ആവശ്യമുള്ള ഘട്ടത്തിൽ ആവശ്യമുള്ള പോലെ കളിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 84 മിനിറ്റ് അദ്ദേഹം കളിക്കളത്തിലുണ്ടായിരുന്നു. 51 ടച്ചുകൾ, 33 പാസുകളിൽ 25 ലക്ഷ്യത്തിലേക്ക്, 76% പാസിംഗ് ആക്യുറസി, 2 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു, 3 ക്രോസുകൾ ഉണ്ടായിരുന്നു, 4 ലോങ് ബോളുകളിൽ 2 ലക്ഷ്യത്തിൽ, ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരുന്നു, ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് അദ്ദേഹം ഉതിർത്തിട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ട് ഡ്യുവൽസിൽ 7 അദ്ദേഹം നടത്തി, 3 വിൻ ചെയ്തു. എയറിൽ ഡ്യുവൽസ് 1 അദ്ദേഹം വിൻ ചെയ്തു. ഒരു ക്ലിയറൻസ് അദ്ദേഹം നടത്തി. അങ്ങനെ മികച്ച പെർഫോമൻസ്, എല്ലായിടത്തും ഓടി നടന്നുള്ളൊരു പെർഫോമൻസാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ ഓരോരുത്തരും എടുത്തു പറയണം. ഇന്നിപ്പം സച്ചിൻ്റെ ഭാഗത്തു നിന്ന് മികച്ച പ്രകടനമാണ് നമ്മൾ കാണുന്നത്. 4 സേവുകൾ അദ്ദേഹം നടത്തി, ഒരു പഞ്ച് അദ്ദേഹം നടത്തി, 2 ഹൈ ക്ലെയിംസ് അദ്ദേഹം നടത്തി, 2 ഇൻസൈഡ് ബോക്സിൽ നിന്നുള്ള സേവുകൾ അദ്ദേഹം നടത്തി. അങ്ങനെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസാണ് ബർത്ത്ഡേ ബോയ് സച്ചിനും നടത്തിയിട്ടുള്ളത്. പിന്നെ കോമെ പെപ്ര അടക്കം എല്ലാവരും അവരൊക്കെ ട്രാക്ക് ബാക്ക് ചെയ്തു വന്ന് പെപ്രയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ സ്ട്രൈക്കർ ഗോൾ അടിക്കാൻ വേണ്ടി കാലോങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ വന്നിട്ട് ആ ബോൾ ക്ലിയർ ചെയ്ത് അടിച്ചകറ്റുന്ന കോമെ പെപ്ര പെനാൽറ്റി ബോക്സിൽ നിന്ന്, സ്വന്തം പെനാൽറ്റി ബോക്സിൽ നിന്ന്. അപ്പോൾ അങ്ങനെ അത്രയധികം കമ്മിറ്റഡ് ആയിട്ട് കളിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. താരങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്, അവരുടെ പോരാട്ട വീര്യം, ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, അതിന് കൈയടിക്കണം. അതിന് കിട്ടിയ പോയിൻ്റാണിത്. ഇപ്പം പലരും കളി ജയിച്ചില്ല എന്നൊക്കെ പറഞ്ഞു വരാം, പക്ഷേ ഇതാണ് ഫുട്ബോൾ. ഇതും ഫുട്ബോളിൻ്റെ ഭാഗമാണ്. 10 പേരായിട്ട് കളിച്ചിട്ട് ആ കളിയിൽ നിന്നൊരു പോയിന്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്, അത് കൈയടിച്ചേ പറ്റൂ. ഈ താരങ്ങളുടെ കൈ മെയ് മറന്നുള്ള പോരാട്ട വീര്യമുണ്ടല്ലോ, അത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.